ഒരുപാട് ആളുകൾ പറയുന്ന പരാതിയാണ്, നമ്മുടെ ചാനലിൽ തീരെ വ്യൂസ് വരുന്നില്ല, എത്ര വീഡിയോ ഇട്ടാലും കണക്ക് തന്നെ, നമുക്ക് 100 150 അങ്ങനെ മാത്രമേ വരുന്നില്ല, അതും വരാത്ത, അല്ലെങ്കിൽ 50 60 മാത്രം വ്യൂസ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു വശമാണ് പറയുന്നത്. അത് ഇങ്ങനെ പറയാൻ കാരണം, ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് തന്നെയാണ് എന്ന് വിചാരിക്കരുത്. ഇതും ആവാം, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഇതിനെ പൊതുവെ നമ്മൾ ഷാഡോ ബാൻ എന്നൊക്കെ പറയും. ഒഫീഷ്യലി യൂട്യൂബ് അങ്ങനെ ഷാഡോ ബാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ യൂട്യൂബ് അംഗീകരിച്ച മറ്റൊരു കാര്യമുണ്ട്, അതാണ് അൽഗോരിതം ഡീപ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനൊരു വലിയ വാക്കൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതെന്താണ് ഈ സംഭവം എന്ന് തോന്നില്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അൽഗോരിതം ഡീപ്രയോറിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ, അൽഗോരിതം നമ്മുടെ വീഡിയോക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി അങ്ങ് കളയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അൽഗോരിതം പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. സാധാരണയായിട്ട് നമ്മൾ ഈ എന്താ പറയുക, ബ്രേക്കപ്പ് ഒക്കെ ആവുന്നില്ലേ, ഗേൾ ഫ്രണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ ഈ ബോയ് ഫ്രണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ പോലെ, എന്തിനായിരിക്കും ബ്ലോക്ക് ആക്കിയിട്ട് പോകുന്നുണ്ടാവുക? ഇതേപോലത്തെ പരിപാടി യൂട്യൂബ് നമ്മളോട് അങ്ങ് പണങ്ങിപ്പോവും. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം പണങ്ങിപ്പോയാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. ഒരു തീരെ ആക്റ്റീവ് അല്ലാത്ത ചാനൽ, ഡെഡായി കിടക്കുന്ന ചാനൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ അൽഗോരിതം നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ഇത് ഞാൻ പറയുമ്പോൾ പലരും അംഗീകരിക്കില്ല, എന്നിട്ടും ഈ വീഡിയോന് താഴെയും വന്ന് ചെയ്യും. അതെനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, സബ് ഫോർ സബ് എന്ന് പറഞ്ഞാൽ, ഞാൻ സബ് ചെയ്യാം, നീ എന്നെയും സബ് ചെയ്യൂ എന്ന് പറയുന്ന പരിപാടി ഒരുപാട് ആൾ ഗ്രൂപ്പിലൂടെയും മറ്റൊക്കെ ചെയ്യുന്ന പരിപാടി. ഇത് യൂട്യൂബിന് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്താൽ അവരുടെ ചാനൽ ഇതുപോലെ സംഭവിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരുമിച്ച് മുന്നേറാം കമൻറ്റ്. അപ്പോൾ ഈ ഒരുമിച്ച് മുന്നേറാം എന്ന് പറയുന്ന കമൻറ്റ് വേറെയും സബ് വേറെയാണ്. അതായത് നിങ്ങൾ കമൻറ്റ് ഇടുന്നു, ആ കമൻറ്റ് കണ്ടിട്ട് ഒരാൾ സബ് ചെയ്യുന്നു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സബ് ഫോർ സബ് വരും. കമൻറ്റ് ഇടുന്നതും ഇറ്റ്സെൽഫ് എന്താണ്, സ്പാമിംഗ് ആണ്. അപ്പം ഈ കമൻറ്റ് ഇടുന്ന ആൾക്കൊരു ബിഹേവിയർ ഉണ്ടാവും എന്നാണ് യൂട്യൂബ് പറയുന്നത്. അവർ പറയുന്നത്, ഈ കമൻറ്റ് ഇടുന്ന ആൾ ഈ ഒരു ചാനൽ മാത്രമല്ല ഇടുക, അവർ പല ചാനലിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവർ എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽ യൂട്യൂബിൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും YT സ്റ്റുഡിയോ എൻ്റെതാണല്ലോ, YT സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ എൻ്റെ ആണല്ലോ എന്ന് വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു അതോറിറ്റി യൂട്യൂബിന് നിങ്ങളുടെ ചാനലിലുണ്ട്. അവർക്കെല്ലാം കാണാൻ പറ്റും. എന്ത് ചെയ്യുന്നു, എന്ത് കമൻ്റ് ഇടുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ യൂട്യൂബിന് കൃത്യമായിട്ട് ഡാറ്റയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഇപ്പോൾ ഇവിടെ കാണിച്ചാൽ യൂട്യൂബ് അത് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യും, ഇതുപോലെ പണി തരുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതുപോലെ കമൻ്റ് ഇട്ട 1-2 പേർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗൈഡ് ലൈൻ വാണിംഗ് ഒക്കെ യൂട്യൂബ് കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാധനങ്ങൾ ചെയ്യുന്നവർ നിർത്തുക. ദയവ് ചെയ്ത് ഈ വീഡിയോൻ്റെ താഴെയും കൊണ്ട് കമൻറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ടും വീഡിയോ കേൾക്കാതെ നിങ്ങൾ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. അന്നേരം അടുത്തത് വരുന്നത് ബോർഡർ ലൈൻ കണ്ടൻറ്റ്. എന്താണ് ഈ ബോർഡർ ലൈൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ നിയമങ്ങളെ തെറ്റിക്കുന്നില്ലെങ്കിലും ബോർഡർ ലൈൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചാനലിലെ ടൈറ്റിലോ അല്ലെങ്കിൽ തമ്പനെയിലോ കൊടുക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് വിചാരിക്കുക. അത് അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുന്നതോ പ്രകോപനപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതോ, അതുമല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫണ്ണി ആയിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ തമാശകൾ പറയുന്ന പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഈ ബോർഡർ ലൈൻ കണ്ടൻറ്റിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൽഗോരിതം അതിനെ ഒഴിവാക്കുന്നതാണ്. ആ വീഡിയോ പിന്നെ പുഷ് ചെയ്യില്ല. അതായത് അൽഗോരിതം വേറെ വാർണിങ്സ് ഒന്നും തരില്ല, നിങ്ങൾ വീഡിയോ പിന്നെ പുഷ് ചെയ്യില്ല, അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതിൻ്റെ തന്നെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇതിലത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് അപ്പോൾ ലെങ്ത്തുള്ള വീഡിയോ കാണുമ്പോൾ ആളുകൾ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അടുത്ത വീഡിയോ ഉൾപ്പെടുത്താം. പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നെഗറ്റീവ് യൂസർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ചോദിക്കും, ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ റേറ്റിംഗ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ, മീൻസ് ആ സ്റ്റാർ കൊടുക്കുന്നില്ല എങ്കിൽ ചാനലിനെ സാരമായിട്ട് ബാധിക്കുക, അൽഗോരിതം അത് ഒഴിവാക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ കമൻസൊക്കെ വരാം. അതായത് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റും വരുന്നില്ല, ഒരു ലൈക്കും വരുന്നില്ല എങ്കിൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ വരുന്നത് വ്യൂസ് കുറയാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്കെങ്കിലും, നിങ്ങളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നൊരു ലൈക്കും കൊടുത്തേക്ക്. നമുക്ക് അതിനെക്കൊണ്ട് ഒരു നഷ്ടമില്ലല്ലോ. ലൈക്ക് കൊടുത്തേക്ക്. നിങ്ങൾക്ക് വരുന്നത് വേറെ, നിങ്ങൾ ആദ്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഒരു ലൈക്കും ഒരു ജെന്യൂൻ ആയിട്ടുള്ള കമൻറ്റ് കൊടുക്കുക. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു ലൈക്ക് ഇടുക, ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുക. അതൊരു നോർമലായിട്ടൊരു സംഭവമാക്കി നമ്മൾ കൊടുക്കുന്ന ഒരു ഇതായിട്ട് കണ്ടാൽ മതി, ഒരു സഹായമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ അത് ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്കും അത് പിന്നീട് ഇങ്ങനെ തിരിച്ചു വരുന്നതാണ് ഞാൻ പൊതുവേ പറയാം. മെറ്റാ ഡാറ്റ സ്പാം, ഇത് വളരെ ഗൗരവപരമായിട്ട് നിങ്ങൾ കാണേണ്ട സംഭവമാണ്. കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്നെ കുറേ ആൾക്കാർ ചീത്ത വിളിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട്. അതായത് മെറ്റാ ഡാറ്റയിൽ നമ്മൾ സ്പാമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്ന് #, കൊടുക്കുക. നിങ്ങൾ ടൈറ്റിൽ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് #, കൊടുക്കാനുള്ള ഏരിയ അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ടൈറ്റിലിൽ സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്യുന്നത് ഷോർട്സിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, ഷോർട്സിൻ്റെ കേസിൽ. അതേപോലെ തന്നെ അത് ലോങ്ങിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്യുക? സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണോ അതിനെ ആളുകൾ എന്ത് രീതിയിൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊന്ന് കണ്ടെത്താം. എന്നിട്ട് ആ വാക്കുകൾ വേണം ടൈറ്റിൽ കൊടുക്കാൻ. അപ്പോൾ അത് കൊടുക്കാനുള്ള പരമാവധി സ്പേസ് നിങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ ഇടയിൽ #, കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ആ സംഭവത്തിനുള്ള സ്പേസ് പോകുമ്പോൾ നിങ്ങൾക്ക് ആ അവസരം മിസ്സായി. നിങ്ങൾക്ക് #, കൊടുക്കാൻ ഇനിയും സ്ഥലമുണ്ടല്ലോ. കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കണ്ട, നിങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ട് വേറെ. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ചാനലിൻ്റെ പേര് കൊടുക്കുക. 1-2 പേര് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ചാനൽ സെർച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ടൈറ്റിൽ എന്ത് ചെയ്യുക, ചാനലിൻ്റെ പേര് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് പേര്, ചാനലിൻ്റെ പേര് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചാനലിൻ്റെ പേര് കൊടുത്തിട്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ വിസിബിളായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്ന് #, ടൈറ്റിൽ കൊടുക്കണ്ട എന്നുള്ളതും, അതേ #, തന്നെ 60-ൽ കൂടുതൽ # ഒരാൾ കൊടുത്തും വിചാരിക്കും. ചിലവരുടെ പരിപാടി ഇനി കണ്ടിന്യൂസ് ഇങ്ങനെ #, വാരിക്കോരിയിടും. അപ്പം അങ്ങനെ 60-ൽ കൂടുതൽ #, വന്നാൽ ഈ പറഞ്ഞ അൽഗോരിതത്തിൻ്റെ ആ ഒരു പ്രശ്നം എന്ത് ചെയ്യും, ആ ചാനലിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അൽഗോരിതം അതിനെ ഒഴിവാക്കും. അതൊരു മിസ്ലീഡിങ് കണ്ടൻ്റായിട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ അൽഗോരിതം ആ വഴിക്ക് വരില്ല. ഇനി നമ്മുടെ ചാനലിൽ ഈ ഡീപ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രശ്നം എഫക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, തീരെ ഇംപ്രഷൻസ് പോകാതിരിക്കുക. നിങ്ങൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലും മതി. ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ YT സ്റ്റുഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ റീച്ചിലുണ്ടാവും എത്ര ഇംപ്രഷൻസ് പോയിട്ടുണ്ടാവും. ഈ ഇംപ്രഷൻസ് തീരെ പോകാതിരിക്കുക. പുതിയതായിട്ട് ആരും ന്യൂ വ്യൂവേഴ്സ് വരാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് തീരെ വ്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇംപ്രഷൻസ് നോക്കുക. പിന്നെ ഇംപ്രഷൻസ് പോകുന്നുണ്ടെങ്കിൽ വ്യൂസ് വരാത്തത് നിങ്ങൾ സീറ്റ് തമ്പനിയിൽ മോശമായതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് ഇന്നത് നോക്കുക അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. അത് ഞാൻ വളരെ കൃത്യമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, വ്യൂസ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം ഈ മെറ്റാ സ്പാമിങ് എന്ന പരിപാടിയില്ല, ആദ്യം കളയുക. അതായത് എല്ലാ ടൈറ്റിലിൽ നിന്ന് നിങ്ങൾ #, കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ എഴുതുക. ഡിസ്ക്രിപ്ഷനും പരമാവധി 3 എണ്ണം കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. 3 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം # കൊടുത്താൽ മതി. അതുപോലെ എല്ലാത്തിനും ക്ലിയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്ത് തുടർച്ചയായിട്ടിടുക. ഇനി ഞാൻ ആദ്യം വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഡെഡായ ചാനലിനെ നമ്മൾ റീച്ചാക്കുക അല്ലെങ്കിൽ റീച്ച് കൊണ്ടുവരാൻ ട്രിക്ക് എന്താണ്. അതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ടോപ്പിക്കാണോ ചെയ്യുന്നത് ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് റീസെൻ്റായിട്ട് അതിൽ നല്ല വ്യൂസ് വന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 10 ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. കംപ്ലീറ്റ് വീഡിയോസ് ഓരോന്നായിട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഓരോന്ന് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ തുടർച്ചയായിട്ടൊരു 5-10 വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ പോയ ഇംപ്രഷൻസൊക്കെ അതുപോലെ തിരിച്ചു വരും. ഇംപ്രഷൻസും വരും, പിന്നെ അത്യാവശ്യം വ്യൂസും വരാൻ തുടങ്ങും. പക്ഷേ അതിന് മുന്നേ ഈ പറഞ്ഞിരിക്കുന്ന പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്ക്, എന്തായാലും റിസൾട്ട് വരും. ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്കൊക്കെ ഈ റിസൾട്ട് കിട്ടിയ കാര്യമാണിത്. പക്ഷേ നിങ്ങൾ ആ കോണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
അത്യാവശ്യം റീച്ച് കിട്ടിയ സാധനങ്ങൾ തന്നെ എടുത്തിട്ട് ചെയ്തോ. റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളായ രൂപത്തിലേക്ക് വീണ്ടും നിങ്ങൾ ചെയ്താൽ മതി. മറ്റൊരാളെ വീട് അടിച്ചു മാറ്റണ്ട, ആശയം അടിച്ചു മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ രൂപത്തിൽ ചെയ്യുക. നിങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് സ്ട്രെസ്സ് ആവുമൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആശയം അടിച്ചു മാറ്റുക, നിങ്ങളുടെ രൂപത്തിൽ ചെയ്യുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ എന്തായാലും ഷുവറായിട്ടും കയറി വരും. തമ്പനയിലെ ഡിസൈനിങ് ഒക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിടണം. അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്രഷൻസ് വന്നിട്ട് CTR അവിടെ ഫെയിലാവും. അവിടെ പോയി കഴിഞ്ഞാൽ പോയി. കാരണം എല്ലാത്തിലും ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഒന്നിൽ നമ്മൾ മൊത്തം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം പോയില്ലേ. അതുകൊണ്ട് എല്ലാം ഇതുപോലെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.